ബഹ്റിനിലെ ജനവാസ മേഖലകളിലുള്ള ഇടവഴികളിലെല്ലാം തന്നെ അടിയന്തരമായി തെരുവ് വിളക്കുകൾ സ്ഥാപിക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ബഹ്റിൻ പാർലമെന്റ് എംപിമാർ. ഈ കഴിഞ്ഞ ഞായറാഴ്ച സൈക്കിളിൽ വരികയായിരുന്ന മലയാളി വിദ്യാർത്ഥിയെ കാറിടിച്ച് മരണപ്പെട്ട ഒരു സംഭവം നമ്മളൊക്കെ അറിഞ്ഞതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം എംപിമാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈസ്റ്റ് ഹിദ്ദിലാണ് ഈ സംഭവം നടന്നത്. അവിടെ മാത്രമല്ല, പല പ്രദേശങ്ങളിലും ഇടവഴികൾ പോലുള്ള സ്ഥലത്തൊക്കെ വെളിച്ചത്തിന്റെ ഒരു അപര്യാപ്തത വലിയൊരു ഭീഷണി സൃഷ്ടിക്കുന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പള്ളി കഴിഞ്ഞ് മടങ്ങവെയാണ് കൊല്ലം മുഖത്തല സ്വദേശി 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സൗദിനെയും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെയും ഒരു കാർ ഇടിച്ച് സൗദ് മരണപ്പെടുകയും ഈ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. മാർച്ച് 22-ാം തീയതി എർത്ത് അവർ ആചരിക്കാനായി ആഹ്വാനം ചെയ്തിരിക്കുന്നു ബഹ്റിൻ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി. എർത്ത് അവർ എന്ന് പറയുമ്പോൾ രാത്രി 8:30 മുതൽ 9:30 വരെയുള്ള 1 മണിക്കൂർ സമയത്ത് പരമാവധി എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനുമാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ ആഗോള പ്രശ്നങ്ങൾക്കെതിരെയുള്ളൊരു ഗ്ലോബൽ എഫേർട്ടാണിതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതിനോട് പരമാവധി ആളുകൾ സഹകരിക്കുക. ചെമ്മീൻ പിടിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന സമയത്ത് അനധികൃതമായി ചെമ്മീൻ പിടിച്ച 3 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ്. 1 വർഷം ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ഇവരെ നാട് കടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രതികളിൽ ഒരാളിൽ നിന്ന് 1500 ദിനാർ പിഴ ഈടാക്കാനും കോടതി വിധിച്ചു. മുറിയിലൊപ്പം താമസിച്ചിരുന്ന ഉറ്റ സുഹൃത്തിനെ കറിക്കത്തി കൊണ്ട് കുത്തിക്കൊന്ന കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 മാസം നീണ്ടുനിന്ന വിചാരണയ്ക്ക് അന്ത്യമായിരിക്കുകയാണ്. പാകിസ്ഥാൻ സ്വദേശിയായ 43-കാരന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു ബഹ്റിൻ ഹൈ ക്രിമിനൽ കോർട്ട്. മദ്യപിച്ച് വാക്തർക്കമുണ്ടായി അത് വലിയ വഴക്കായി പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് 2025 മാർച്ച് 19-ാം തീയതി ബുധനാഴ്ച.